ഹായ് ഹലോ അസ്സലാമലൈക്കും അസ്സലാമലൈക്കും. അപ്പൊ ഞങ്ങളുടെ ജയ്ബൂസ് ആൻഡ് കിഡീസ് എന്നുള്ള ഞങ്ങളുടെ ചാനലിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. ഒരു മങ്കിക്കുട്ടി ഉണ്ട് ഇതിന്റെ മുകളിൽ. മങ്കി ലൂഫി അവിടെ നോക്കും. മങ്കി ലൂഫി താഴേക്ക് ഇറങ്ങിക്കാം. താഴത്തേക്ക് ഇറങ്ങി. എനിക്ക് കണ്ണിലൊക്കെ പൊടിയാവണടി. കുറച്ചേരം അതിന് മുകളിൽ കാല് തെറ്റി വീഴും. ഈ കുറച്ച് താഴേക്ക് ഇറങ്ങിയിരുന്നു വന്നാല് കൊരങ്ങന്റെ കാലി. നിങ്ങൾ ആ കൊരങ്ങനെ കാണുന്നുണ്ടോ? നിങ്ങളാ കൊരങ്ങനെ അതായിരിക്കുന്ന കൊരങ്ങൻ. പേരാണ് ബുജി. അപ്പൊ അവർക്ക് ബുജി ഇവിടെ ഇരുന്ന മറന്ന ൂരും കുത്തി വികലട്ടെ ഡോറ. ഡോറതാ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് സന്തോഷമുള്ള ദിവസമാണ്. എന്താണ് സന്തോഷം? റംബുട്ട തിന്നുന്ന ദിവസം വേറെ എന്താ സന്തോഷം? കാക്ക് വരികയാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിനോട്ടനെ ഓസ്ട്രേലിയ പോകുന്ന വീഡിയോ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് ആയിട്ട്. അത് മക്കള് അപ്പൊ സാറ്റർഡേ സൺഡേയും കാക്ക് ഇവിടെ വീട്ടിലുണ്ടാവും. സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് 2 ദിവസത്തെ ലീവ് കിട്ടിയപ്പോ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലാണ് എന്റെ കുട്ടുമണികളൊക്കെ. അപ്പൊ മരത്തിമേ നിറയെ റംബൂട്ടാൻ ഉണ്ടായി. നിറയല്ലേ, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ കുറച്ചേ ഉള്ളൂ. അപ്പൊ അത് ഉണ്ടായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. പഴുത്തപ്പോ അതിനെ അതിന്റെ മുകളിൽ നിന്നൊക്കെ അപ്പൊ തന്നെ തിന്നിട്ട് തോല അവിടെ നിന്നിട്ട് ഫ്രൂട്ടൊക്കെ ജന്തുക്കൾ തിന്നലെടുത്തിക്കണം. അപ്പൊ നമ്മള് വിചാരിച്ചിരുന്ന ഫിനോട്ട വരുന്നതിന്റെ മുന്നേ അതൊക്കെ പൊട്ടിച്ച് വെക്കാം. ഓൻ വരുമ്പോ എല്ലാവർക്കും കൂടി കഴിക്കാന്നൊക്കെ. കൈമ ചോട്ടിലടി ഫ്രൂട്ടില്ല, അതിനെ തോല് മാത്രം നിൽക്കണുള്ളൂ. ഇമ്മേ കുറെ എണ്ണം അങ്ങനെ പോയിക്കണം. ഞങ്ങൾ വിചാരിച്ചാൽ നല്ല പഴുത്തിട്ട് പൊട്ടിക്കാലോ വിചാരിച്ചിട്ട്. ഇപ്പൊ 2-3 ദിവസം മഴ മാറിയിട്ട് അപ്പൊ 2-3 ദിവസം മഴ മാറിയപ്പോ തോലൊക്കെ ഇങ്ങനെ റെഡ് കളർ വരലെടുത്തിക്കണം. മഴയാകുമ്പോ കുഴപ്പമുണ്ടാവില്ല. സിനിയോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഫിനൂട്ടൻ പോകുന്ന ഹോസ്റ്റലിലേക്ക് പോകുന്ന വീഡിയോ ഇട്ട സമയത്ത് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മക്കളിങ്ങനെ പോകുമ്പോ അതുപോലെ മക്കളെ ഹോസ്റ്റലിലേക്കാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് ജോലിക്കാണെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല ഭയങ്കര സങ്കടമായിരിക്കും, അത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഫിനൂട്ടൻ പോയപ്പോഴന്നെ കേട്ടാ ഓനുണ്ടായിരുന്നപ്പോഴത്തെ രസം ഓൻ പോയപ്പോ എന്റെ മിസ്സിങ് ഒക്കെ ശരിക്കും മനസ്സിലായത്. കാരണം 4 പേരും കൂടി മക്കള് 4 ആളും കൂടി കൂടുമ്പോൾ വീടിൻ്റെ ഉള്ളിലൊരു ലഹള വെക്കാറല്ലേ. എപ്പോഴും കളിയും ചിരിയും വർത്താനും പഠിക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മക്കളെ എടുത്തിട്ടുണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ പഠിക്കടാ വെറുതെ, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ കൂടി ആകുമ്പോൾ നമ്മളിങ്ങനെ ഓനട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കൂലേ. അപ്പോൾ അതൊക്കെ ഇല്ലാത്ത സമയപ്പോൾ അതൊക്കെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് ഓന് ഹോസ്റ്റലിൽ ഒരാഴ്ച നിന്നിട്ട് എങ്ങനെ ഉണ്ട് ഓൻ്റെ ഹോസ്റ്റൽ വിശേഷം? ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറിയിട്ട് ഒറ്റയ്ക്ക് ഓന് പോയിട്ടൊരു നൃത്തമൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഓൻ പിന്നെ പറഞ്ഞ് നടക്കാണ്. എന്റെ കുട്ടി ആദ്യമായിട്ടാണ് ഒറ്റക്ക് മാറിയിട്ട് പോയി നിൽക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റക്ക് പോയി നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഓൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനൊക്കെ ഞാൻ കുറെ വിശേഷം. നിങ്ങളെ വലുതായിട്ട് നിങ്ങൾ രണ്ടാളും ഞങ്ങൾ വേറെ വേറെ ഹോസ്റ്റലിലേക്ക് വന്നേക്കണം. എന്നെ വേറെ ഹോസ്റ്റലിലേക്ക്, ഇവിടെ വേറൊരു ഹോസ്റ്റലിലേക്ക് അങ്ങനെ വിട്ടെടുക്കാൻ പറ്റൂല. അല്ലെങ്കിൽ രണ്ടാളും മാറി മാറി നിൽക്കും എന്തെങ്കിലും. ഒരു ദിവസം എന്നിട്ട് തന്നെ ആറ്റമ്മ ബബലും ഇവിടെ വന്നിട്ട് നിന്റെ ആറ്റന്നെ കാണാമല്ലോ പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. ഇവര് എണ്ണിൽ തീരെ മാറിയിരിക്കാൻ പറ്റണില്ല കേട്ടാ. ഒരിക്കൽ ഞങ്ങള് ആറ്റക്കിലെ പനി, ആർക്ക് പനി ചെയ്ത്? ആറ്റക്ക് ബബുലുക്ക് പനി, ആറ്റ സാക്കും എന്നിട്ട് ബാറ്റക്കും കൂടി പനി വരണ്ട വിചാരിച്ചിട്ട് സാക്കു അവളെ വീട്ടിൽ കൊണ്ടുപോയത്. സാക്കു പറഞ്ഞ എന്റെ താത്തട്ട അത് പറഞ്ഞപ്പോഴാണ് അവരിപ്പോ കൽബയിലാണ്. അപ്പൊ അവരെ ചാനലുണ്ട് കേട്ടാ, ആച്ചൂസ് ലിറ്റിൽ ടൈൽ എന്നാണ് സാക്കുവിന്റെ ചാനലിന്റെ പേര്. അതിൽ അവരെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പൊ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അത് ചെയ്യല്ലേ. ഒരിക്കൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുതിയ ആൾക്കാർ ആരെങ്കിലും ഇപ്പൊ കാണുന്നുണ്ടെങ്കിലോ നമുക്ക് പറയാൻ പറ്റുമല്ലോ. ആരുണ്ടാ അറിഞ്ഞ അങ്ങനെ നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന നേരത്താട്ടെ പെട്ടെന്ന് ഫിനൂട്ടാൻ വന്നത്. അപ്പം തന്നെ മക്കളും ഞാനും കൂടി ചാടി ഇറങ്ങി ഓടി. മക്കൾ ഗേറ്റിൻ്റെ മതിലിൻ്റെ ആ സൈഡിൽ നിന്ന് അവൻ്റെ തല കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇറങ്ങി ഓടിയിട്ടാ. അങ്ങനെ മാഷാ അല്ലാ അത് ഒരാഴ്ചയ്ക്ക് ശേഷം ഫിനൂട്ടൻ വീട്ടിലേക്ക് തിരിച്ച് വന്നിക്കുക. ഒരാഴ്ചക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തവണ സെക്കൻഡ് സാറ്റർഡേ സൺഡേയും കിട്ടിയതുകൊണ്ട് അവന് വരാൻ വേണ്ടി പറ്റിയതാണ് കേട്ടോ.
മറ്റേത് ഞായറാഴ്ച ദിവസങ്ങളിൽ വേണമെങ്കിൽ വരാം, അതായത് ശനിയാഴ്ച വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞായറാഴ്ചകൾക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ വീട്ടിലേക്ക് വരാം, എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ സ്കൂൾക്ക് പോകുന്ന പോലെ സ്കൂൾ ബസ്സിലാണ്ട് പോവുകയും ചെയ്യാം, അങ്ങനെയും ചെയ്യട്ടാം. അപ്പോൾ ഇനിയിപ്പോൾ എക്സ്ട്രാ ക്ലാസ്സും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ലീവ് കിട്ടുമോ എന്താ എങ്ങനെയെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഒരാഴ്ചക്കത്തെ ഒരു ഗ്യാപ്പ് തന്നെ ഒരുപാടായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും വീട്ടിൽ മൊത്തം ഒരു എന്താ പറയുക എത്രയോ ആൾ കുറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെയല്ലേ, വീട്ടിലെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിത് നോക്കണേ, നമ്മൾ അന്വേഷിക്കണമൊക്കെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്കത് ഒരാൾ പോയുള്ളെങ്കിലും ഒരുപാട് ആൾ പോയ ഒരു മിസ്സിങ് ആയിരിക്കും അല്ലേ. അതേപോലെ ഇരുന്നിട്ട് ഫിനൂട്ടന് ഒരാഴ്ച ഇവിടുന്ന് മാറി നിന്നപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. മറ്റേ ഞങ്ങൾ ഖത്തറിൽ നാട്ടിലാകുമ്പോൾ ഞങ്ങൾ ഖത്തറിൽ പോയി നിന്നിരുന്നെങ്കിലും അപ്പോൾ അവിടെ കിച്ചുവിൻ്റെ കൂടെ ഒക്കെ ആയതുകൊണ്ട് ഓൻ ഇവിടെ ഉമ്മാൻ്റെ കൂടെ ആയതുകൊണ്ട് നമുക്കത് വലിയ ഫീലായിട്ട് അത്രയ്ക്കാണ്ട് തോന്നിയിരുന്നില്ല. കാരണം നമ്മളെ പേരൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ടാണ് മാറി നിന്നപ്പോൾ അത് വേഗം അറിയാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്റ്റലിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അതാ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോരോ കാര്യങ്ങളും ആദ്യത്തെ 2 ദിവസം ഓനക്ക് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായി, പിന്നെ അങ്ങോട്ട് ശരിയായി എന്നൊക്കെ പറയുമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും 2-3 ദിവസം ഇവിടെ ഉണ്ടാവും. കാരണം ശനി ഞായറും ലീവാണ്, തിങ്കളാഴ്ച അവർക്കൊരു ടൂറുണ്ട് അവരെ. അപ്പോൾ അതും കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച ആയിരിക്കും ഇവിടുന്ന് തിരിച്ചു പോകുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും ഉള്ള ദിവസങ്ങൾ എല്ലാവരും കൂടി മക്കൾ 4 പേരുമായിട്ട് വീണ്ടും ഒരു എന്താ പറയുക അടിപൊളിയായിട്ടുള്ള ദിവസങ്ങളാവട്ടെ. അപ്പോൾ എന്തായാലും ഫിനൂട്ടിന് ഇനി ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറയുന്നത് റംബുട്ടാനൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, ഈ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുന്നൊക്കെ. അപ്പം ഇനി അത് പറിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം. എനിക്ക് മേക്കപ്പ് ചെയ്യണ ആളാ, മേക്കപ്പ് ചെയ്യണ ആളാവാനെ പന്നെ അങ്ങനെ പഠിപ്പിക്കണമെന്ന് ആദ്യം തന്നെ അതിൻ്റെ കോച്ചിങ്ങിന് വിട്ടാൽ മതിയായിരുന്നു, ബ്യൂട്ടീഷ്യൻ കോച്ചിങ്ങിന്. എനിക്കോ ആറ്റുമ്മക്ക് ആരോ ആവാൻ ആഗ്രഹം ഉണ്ടല്ലോ. ആരാണേ അത് എന്നിട്ട് ഞങ്ങൾക്കൊക്കെ നന്നത് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. എടാ എറിഞ്ഞു കളിക്കാൻ പാടില്ലട്ടാ. ആ ഞാൻ കാക്കൂന് ഇട്ട് കൊടുത്താണ്, അല്ലാതെ എറിയല്ലത്. കാക്കൂന് കഴിക്കാൻ വേണ്ടി കൊടുത്താ. എന്ത് അതോ കൊടുന്നാ അത് കൊടുന്നാ അത് കടിക്കരുത്, നിറച്ചതാക്കാരോ വവ്വാലും ഇതൊക്കെ കൊത്തിയാക്കാരോ. അത് അമ്മച്ചി പൊട്ടിക്കണ്ട്. പൊട്ടിക്കാൻ നടക്കണ കാര്യമൊന്നുമല്ല, ഞാൻ അങ്ങനെ പൊട്ടിച്ചേരാ. ഓൾറെഡി നിങ്ങളെ അമ്മക്ക് 2 കാലം നിക്കാറില്ല സ്ട്രൈറ്റ് ആയിട്ട്. കണ്ണിക്ക് ചടിയില്ലേ, കഴിക്ക തിരുമല്ലേ തിരുമല്ലടി തിരുമല്ലേ. എന്താ വള്ളത്തിൽ ഉള്ളിക്കൂടെ സംഭവം മധുരം വെച്ചിരിക്കണം. നോക്കട്ടെ ഞാൻ ആദ്യം. അങ്ങനെ തൊള്ളയിടല്ലേ, ഞാൻ പറഞ്ഞതാണ്. നല്ല നല്ല മൊത്തത്തിൽ ചോത്തത് നല്ല നല്ല മധുരം ഉള്ളത്. ആർക്കാ നല്ല മൊത്തം ചുവന്ന കിട്ടി? പിന്നെ നല്ല നീളം വെച്ചിക്കണേ, നീട് പോണതുകൊണ്ട് നമുക്ക് ഇനി കൊല്ലാൻ പൊട്ടിക്കോ, എന്നിട്ട് തിന്നാം. ഒരു കളർ ഇട്ടിട്ടുണ്ടോ ഉമ്മിക്കൊക്കെ കൊണ്ടുകൊടുക്കണം. ചെല്ലിമ്മക്ക് ഇനി മോളിക്ക് കയറുമ്പോൾ ഉമ്മിക്ക് കുറച്ച് കൊണ്ടുപോകാം. ഉമ്മിക്ക് കുറച്ചൊക്കെ തിരുമണക്കൊക്കെ അല്ല പോലത്തെ മാത്രം പിടിച്ചാൽ മതി. എന്താ ഇവിടെ ഒക്കെ പോയിട്ട് എടാ അടിച്ച് പൊട്ടിക്കണ്ടട്ടാ, അപ്പൊ പഴുക്കാത്തതും താഴെ വീഴുള്ളൂ. അവിടെ താഴത്തെ മുമ്പിൽ ഇരുന്നാൽ മതിട്ടാ. പെറുക്ക് ഞാൻ ഇട്ടരാം. ഓക്കെ ലിനു ഒന്നാ അടിക്കാനാണ്. ഞാൻ ഇത്തേക്ക് സിക്സ് അടിച്ചു.
ഞാൻ മാറി ഇങ്ങോട്ട് ഇറങ്ങി, ഞാൻ അടുത്തരാ. മതി, കൈവില്ല, ഇനി ഇറങ്ങി. എലി അല്ലട പൊട്ടാസേ, നെച്ചക്കൻ, അണ്ണാൻ, ഔറാങ്കുട്ടൻ. നേരത്തെ ഒരു വീഡിയോയില് ഔറാങ്കുട്ടൻ എൻ്റെ വാപ്പ, ഇത് ഔറാങ്കുട്ടൻ്റെ മകൻ ഔറാങ്കുട്ടി. അങ്ങനെ ഓരോ വിശേഷങ്ങൾ പറിച്ചിലും കളിയും ചിരിയൊക്കെ പാടിയായിട്ട് ഞങ്ങളിങ്ങനെ റംബുട്ടാൻ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഉണ്ടായതെന്ന് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഇത്തവണ ഭയങ്കര കുറവാണ് ഉണ്ടായത്. കാരണം ഇത്തവണ മഴ നേരത്തെ ആയതുകൊണ്ട് കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളാ കഴിഞ്ഞ വീഡിയോയിൽ എവിടെയെങ്ങാണ്ട് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അവർ ഞങ്ങളെ വീട്ടിലും ഇതുപോലെ ഒരുപാട് കൊഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും അൽഹംദുലില്ലാ നമ്മൾ തന്നെ വെച്ച മരത്തിൽ ഇതുപോലെ കായ്ച്ച് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇല്ലേ. അത് റംബുട്ടാനെന്നല്ല, എന്ത് തൈകൾ വെച്ചിട്ടും അതിൽ ഇനിയിപ്പോൾ പൂക്കൾ ഉണ്ടാവുന്നതാണ് കായ്ക്കൾ ഉണ്ടാവുന്നതാണെങ്കിലും ഒക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ്. ഇത് മറ്റേ ഞാവലാണ് കേട്ടോ. അതായത് നമ്മളെ ഞാവൽമാരൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്ന സമയമാണ് എന്ന് പറഞ്ഞ പോലെ ഞാവലൊന്നും ഇപ്പോൾ അധികം എവിടെയും കാണാൻ തന്നെ ഇല്ല. ഇത്തവണ ഞങ്ങൾ തൈകൾ വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് ഞാവലിൻ്റെ ഒട്ട് കണ്ടപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇനി ഇൻഷാ അല്ലാ അതും കൂടിയും വെക്കാനുണ്ട്, 3 തൈകളും കൂടിയും ബാക്കി വെക്കാനിരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ റംബൂട്ടാൻ്റെ വിളവെടുക്കുന്ന സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്ന് ഞങ്ങൾ തൈ വാങ്ങിച്ചതെന്നൊക്കെ. ഈ റംബൂട്ടാനൊക്കെ വാങ്ങിച്ചത് നമ്മൾ മണ്ണുത്തി എന്നാണ് കേട്ടോ, തൃശ്ശൂർ മണ്ണുത്തി നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ പുതിയ തൈകളൊക്കെ വെച്ചത് വെളാഞ്ചേരിയിൽ നിന്നാണ് കേട്ടോ, പുതിയ തൈകളൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും വെച്ച തൈകളൊക്കെ നമുക്ക് കുറേ തൈകൾ നഷ്ടമായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മഴവെള്ളം നിന്നിട്ട് കാരണമാണ് കേട്ടോ. അല്ലാത്ത തൈകളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ട് അതിൽ എല്ലാத்தைയും ഇങ്ങനെ കാഴ്ച കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, എന്താ അതിൻ്റെ പേര്, ഞാവലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് 1 മുതൽ 4 വരെ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ ഒരുപാട് ഞാവൽമരമുണ്ടായിരുന്നു കേട്ടോ. അന്ന് സ്കൂളിൽ എന്താ പറയുക, ഇൻ്റർവെല്ലിന് വിടൂലേ, കളിക്കാൻ വിടുക. ആ സമയത്ത് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടാണ് പായുക, എല്ലാ ഫ്രണ്ട്സുകളും കൂടിയിട്ട് അങ്ങോട്ട് ഓടും ഞാവലിൻ്റെ അവിടേക്ക്. എന്നിട്ട് അതിൻ്റെ ചൂട്ട് എടുക്കുന്നതും പരന്നെടുക്കുന്നതും പൊട്ടിക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ട് പൊട്ടിച്ച് തിന്നിട്ട് ബെല്ലടിച്ചിട്ടായിരിക്കും ചിലപ്പം ക്ലാസ്സിൽ കയറിണ്ടാവും. ആ സമയത്ത് നമ്മൾ ചുണ്ടും വായും നാവും ഒക്കെ ഒരുമാതിരി ഞാവലിൻ്റെ കളറായിട്ടുണ്ടാവും. അതൊക്കെ ഒരു രസമാണ്. ഇപ്പം ഞാവലൊന്നും എവിടെയും അങ്ങനത്തെ അധികം കാണാൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഗവൺമെൻറ് സ്കൂൾ കാലം പറയുമ്പോൾ എപ്പോഴും ഗവൺമെൻറ് സ്കൂളിൽ, ഞാനൊക്കെ ഗവൺമെൻറ് സ്കൂളിലാണ് 1 മുതൽ 10 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രസം വേറെയാണ്. ഇപ്പം മക്കളൊക്കെ പ്രൈവറ്റ് സ്കൂളും കാര്യങ്ങളൊക്കെ നമ്മളെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് അവരുടേതായ ലൈഫ് വേറെ. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സ്കൂളിലെ ലൈഫ് വേറെയും പ്രൈവറ്റ് സ്കൂളിലെ ലൈഫ് വേറെ, രണ്ടും രണ്ടായിരിക്കും എന്ന് തോന്നുന്നിട്ടാ. പഴയ കാലത്തെ പഠിപ്പിൻ്റെ രസമൊന്നും ഇങ്ങനെ ഇപ്പോഴത്തെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ. പണ്ട് പറഞ്ഞാൽ നടന്നിട്ട് ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നിട്ട് ആ സ്കൂളിൽ തന്നെ പോവുക. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കായും പിന്നെ കണ്ടതൊക്കെ തിന്നാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പെറുക്കി തിന്നിട്ടാണ് സ്കൂൾക്ക് പോകുക എന്ന് പറഞ്ഞ പോലെയാണ്. ആ പോകുന്ന രസം തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. ഇത്തവണ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പം എന്താ, രാവിലെ മാറ്റി ഒരുങ്ങി സ്കൂൾ ബസ്സിൽ അങ്ങോട്ട് കയറുക, പോവുക, തിരിച്ചതുപോലെ വന്ന് സ്കൂൾ ബസ്സിൽ വന്നിട്ട് ഇറങ്ങുക, നമ്മളെ വീട്ടിലേക്ക് കയറുക. ഇതാണല്ലോ ഇപ്പോഴത്തെ ഒരിത് പറഞ്ഞാൽ. പണ്ട് പറഞ്ഞാൽ ആ ഒരു പോക്കും വരവും അപ്പോഴത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇതുപോലെ കണ്ടതും തൊട്ടതൊക്കെ പെറുക്കി തിന്നലും. അന്ന് അസുഖവും കാര്യങ്ങളൊന്നും അതില്ല എന്ന് തോന്നുന്നു. ഇത്തവണ ഇപ്പോഴൊക്കെ നമ്മളെ മക്കളെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് പണ്ടച്ച വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ, എത്രത്തോളം നന്നായിട്ട് നമ്മളെ മക്കളൊക്കെ കെയർ ചെയ്യുന്നത്. എന്നാൽ തന്നെ അസുഖങ്ങൾ വിട്ട് മാറണമില്ല കേട്ടോ അന്നത്തേനെ വെച്ചാൽ. പിന്നെ ഓരോ ഭക്ഷണ രീതികളും വളരുന്നതിൻ്റെ രീതികളും കാലം മാറുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് റംബൂട്ടാനുമ്പോൾ തുടങ്ങി പറഞ്ഞ് ഞാവലുമൊന്നും പോയി ഇപ്പോൾ പഴയ കാലത്തേക്ക് എത്തിക്കണം നമ്മൾ വർത്താനം പറഞ്ഞ് തുടങ്ങിയാൽ. ഇതാണ് അങ്ങനെ ഇതാ റംബൂട്ടാനൊക്കെ അത്യാവശ്യം പൊട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേര വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തിന് തല്ലി ഉടച്ചതും എറിഞ്ഞതും ഒക്കെ പാടിയായിട്ട് കുറേ ഇലകളും കാര്യങ്ങളൊക്കെ താഴെ വീണ് മുറ്റം അടിച്ച് വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മക്കളോട് പറയുന്നത്, എന്നാൽ എല്ലാവരും ഓരോ ചൂലും മുറൊക്കെ എടുത്തിട്ട് പോരി, ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് മക്കളെല്ലാവരും കൂടി സഹായത്തോടെ ഞാൻ എന്തായാലും മുറ്റം മൊത്തം അടിച്ച് വരലും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഒരു ചായ ഉണ്ടാക്കണം. മക്കൾക്ക് ചായ ഇതൊക്കെ കൊടുത്ത് മേലെഴുകി അകത്ത് കയറ്റണം. കാര്യം മരിപ്പ് കൊടുക്കാറായി തുടങ്ങി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേര വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും. അങ്ങനെ ഫിനൂട്ടൻ വീണ്ടും നമ്മളെ വീട്ടിലേക്ക് തിരിച്ച് വന്ന ഒരു വൈകുന്നേര വിശേഷമാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസങ്ങളിലെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും എല്ലാവർക്കും അസ്സലാമ.